കേരളത്തിലെ സ്റ്റേറ്റ് കോട്ടയിലുള്ള MBBS BDS അഡ്മിഷനും അതേപോലെ പ്രൈവറ്റ് കോളേജുകളിലെ എല്ലാ MBBS BDS കോഴ്സുകളിലേക്കും കൂടാതെ നമ്മളുടെ യുനാനി, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ, സിദ്ധ തുടങ്ങിയിട്ടുള്ള അതേപോലെ BTech ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കേരളത്തിലെ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ നീറ്റിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ ce.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11-ാം തീയതിയാണ്. 11/8/2024 ഞായറാഴ്ച 11:59 വരെയാണ് ഇതിന്റെ ടൈം വരുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ റിസൾട്ട് അതിൽ സബ്മിറ്റ് ചെയ്യുക. അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ce.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിൽ നമ്മളെ കീമിന്റെ 2024 പോർട്ടൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ നമ്മുടെ പാസ്വേഡും കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുക. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ റോൾ നമ്പർ അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡ് പോലെയുള്ള ഒരു കാർഡ് അവിടെ വരും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാദറിന്റെ നെയിം അതേപോലെ നിങ്ങളുടെ നെയിം അതേപോലെ മദറിന്റെ നെയിം തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകളും കൂടാതെ നിങ്ങളുടെ റാങ്ക് അതിന്റെ പെർസെന്റേജ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വെരിഫൈ ആൻഡ് സബ്മിറ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സബ്മിഷൻ എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ റിപ്പോർട്ട് എന്താ പറയുക, നമ്മൾ വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ ഇത് പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ടാവും. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് വരുന്നത്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി. എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ce.kerala.government.in എന്നുള്ള വെബ്സൈറ്റിലാണ് കയറുന്നത്. ഓക്കെ, താങ്ക് യു.